ഉടുപ്പി ചായ കേട്ടിട്ടുണ്ടോ? ആ ചായയെക്കുറിച്ച് ഉടുപ്പി പോയിട്ടുള്ളവർക്ക് ആ രുചി എന്തായാലും ഓർമ്മയിലുണ്ടാവും. ഉടുപ്പി ചെന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഹോട്ടലിൽ നല്ല തിരക്കാണ് ആ ചായയ്ക്ക് വേണ്ടി. സ്പെഷ്യൽ ചായയാണത്. അപ്പം ഉടുപ്പി വരെ ആ ചായ കുടിക്കാൻ നമുക്ക് പോകണ്ട, നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ നമ്മൾ തേയിലയും കൂടി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ തേയിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഇത് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന ഒരു 3/4 ഗ്ലാസ്സിലേക്ക് എത്തണം. നേരെ പാതി എത്തിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രീതിയിലുള്ള കടുപ്പത്തിലുള്ള ഒരു ചായയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിത് പാല് സെപ്പറേറ്റാണ് തിളപ്പിക്കേണ്ടത്, കട്ടൻ ചായ സെപ്പറേറ്റാണ് തിളപ്പിക്കുന്നത്. ആ മിക്സിങ്ങിലാണ് നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനത് ഒന്ന് നരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ കടുപ്പം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കണ്ടോ, ആ കപ്പിലിരിക്കുമ്പോഴത്തേക്കും ആ ഒരു കടുപ്പം നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ വെച്ചൊരു 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു 3 പേർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചായയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അധികം വെള്ളം ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 1 സ്പൂൺ പഞ്ചസാര, ടീസ്പൂണല്ല സ്പൂണാണ്, ഓർക്കണം. അത് ശേഷം പാല് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പഞ്ചസാര ഇട്ടതിന് ശേഷം പാല് അടിയിൽ പിടിക്കാണ്ടിരിക്കണം. നല്ല തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല ഫ്ലെയിം കുറച്ചല്ല കൂട്ടി തന്നെ വെച്ചിരിക്കുന്നത്. തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് പതപ്പിച്ചൊഴിക്കുകയാണ്. നമ്മളിങ്ങനെ പതപ്പിച്ചൊഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് ആ ചായ എടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഞാൻ 3 ഗ്ലാസ് നിറത്തി വെച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്, ഹോട്ടലിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. വീട്ടുകാർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ആദ്യം തന്നെ ഒന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഓരോരോ നമ്മുടെ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാല് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നല്ല പതപ്പിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ ആ ഇപ്പം മുകളിൽ തന്നെ നിൽക്കും. അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഞാനത് ആ പാല് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുള്ള തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ ഇതേപോലെ ഇറക്കി വെക്കണം. അതിലേക്ക് 1 സ്പൂൺ ബ്ലാക്ക് ടീ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഒരു ഡബിൾ ലെയർ ടീ എന്ന് പറയുന്ന രീതി ഏറ്റവും മുകളിൽ തന്നെ ആ കട്ടൻ ചായ ആ മുകളിൽ കിടക്കും. ഞാൻ ഓരോ ഗ്ലാസ്സിലേക്ക് അതങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ ചിലർക്ക് ഇപ്പോൾ കടുപ്പം അത് പോരാ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പപ്പയൊക്കെ നന്നായിട്ട് കടുപ്പം കഴിക്കുന്നതാണ്. അപ്പം കുറച്ച് അത് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു. കാരണം ഇപ്പോൾ ആ തേയിലയുടെ ഇങ്ങനെ ചെയ്യുമ്പം ആ ചായയുടെ കറ കൃത്യമായ രീതിയിൽ നമുക്ക് ആ രുചി കിട്ടില്ല. ആ ഒരു കറ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചായ കുടിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം.